ഒരു നാളി. രചന ജുമൈല കരിപ്പൂർ. അവതരണം റംഷാദ് കേവലശ്ശേരി. ഇന്നത്തെ എന്റെ ഫോട്ടോ എങ്ങനെയുണ്ട്? ആവേശത്തോടെ ജഫ്ന കൂട്ടുകാരികളോട് ചോദിച്ചു. ഷാളിന് പുറത്തേക്ക് നീണ്ട മുടിയിഴകൾ ഒതുക്കാത്തതിനാൽ അതങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നു. ഓ കെടു, സൂപ്പർ, നിന്റെ മൊഞ്ചി ഇത്തിരി കൂടിയ പോലെ. കൂട്ടുകാരി റഹ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജഫ്നക്ക് സന്തോഷായി. പക്ഷേ സുമയ്യക്കെന്തോ വല്ലാത്ത വിഷമം പോലെ. അവൾ അവിടെ നിന്നും പതിയെ പിൻവാങ്ങി. ഒരുപാട് ലൈക്ക് എനിക്ക് കിട്ടി, പിന്നെ കമന്റ്സ്. ഓ അതിനെക്കുറിച്ച് പറയാതിരിക്കാ ഭേദം. എത്ര പേരാ പേഴ്സണൽ വന്നതറിയോ? എന്നാലും ഇതൊക്കെ ശരിയാണോ ജഫ്ന? മാജിദയുടെ ചോദ്യം ജഫ്ന ചുണ്ടുകൂട്ടി. ഓ പിന്നെ, നീ ഏത് ലോകത്താ? ഇതൊക്കെ ആടി ഇപ്പോഴത്തെ ത്രില്ല്. സ്കൂള് കോളേജ് ലൈഫില് ഇതൊന്നില്ലെങ്കിൽ പിന്നെന്തുവാടി ഒരു രസമുള്ളത്? പരിഹാസം നിറഞ്ഞ ചിരിയോടെ ജഫ്നയും റഹ്മയും മാജിദയെ നോക്കി. ജഫ്ന പറയുന്നത് കേട്ട് മാജിദ മിഴിച്ചു നിന്നു. അവളൊന്നും പറയാതെ ക്ലാസ്സിൽ കയറി തന്റെ സീറ്റിൽ ഇരുന്നു. ജഫ്ന അല്പം ഗൗരവത്തോടെ തന്നെ ഇരുന്നു. ആ ഡ്രസ് നിനക്ക് നല്ല മാച്ചാണെന്ന് ഒരുത്തൻ, നിന്റെ കണ്ണുകൾ കവിതകൾ ചൊല്ലുന്നുവെന്ന് വേറൊരുത്തൻ, നിന്റെ കവിളിലെ നുണക്കുഴിക്ക് നല്ല ഭംഗിയുണ്ടെന്ന് മറ്റൊരാള്. എന്നിട്ടും ഇതെല്ലാം നിനക്ക് തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കൽപ്പനകളെ നീ ധിക്കരിക്കുകയാണല്ലോ ചെയ്തത്. അന്യ പുരുഷന്മാർക്കിടയിൽ നിന്റെ സൗന്ദര്യം പ്രകടമാക്കിയിട്ട് നീ എന്ത് നേടി? മാജിദ ഗൗരവത്തോടെ പറഞ്ഞു. ഓ തുടങ്ങി വേദാന്തം. ജഫ്ന മുഖം തിരിച്ചു. മാജിദ പറഞ്ഞു നിർത്തിയതും മുൻബെഞ്ചിലിരിക്കുന്ന സുമയ്യ പുഞ്ചിരിയോടെ മാജിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ശരിയാണ് മാജി നീ പറഞ്ഞത്. നാളെ അള്ളാഹുവിനോട് എന്തു മറുപടിയാ പറയാനുള്ളത്? പിശാച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. അത് നമ്മൾ ചെയ്യുകയാണോ വേണ്ടത്? അത്തരം കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമല്ലേ നമ്മൾ മദ്രസയിൽ പഠിച്ചത്? എന്നിട്ടും ഇവള് എന്താ ഇങ്ങനെ ആയത്? മതി, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും, ആരും അതിന് ഉപദേശമായി വരണ്ട. ജഫ്നയുടെ സംസാരം അല്പം ഉച്ചത്തിലായി. ക്ലാസ് കഴിയുന്നത് വരെ അവൾ ആരോടും മിണ്ടിയില്ല. വീട്ടിലെത്തിയതും പുസ്തകം ഷെൽഫിലേക്കിട്ട് ഒറ്റയ്ക്കെടുത്തും. തന്നോട് അസൂയ കാണിക്കുകയാണല്ലോ എല്ലാവരും. ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് എന്തിനെത്ര അസൂയ? ചിന്തകൾ ഓരോന്നിന് പിറകെ സഞ്ചരിച്ചു. ജഫ്ന ഒന്ന് വേഗം. ഉമ്മയുടെ വിളി കേട്ടതും അവൾ അടുക്കളയിലേക്ക് ഓടി. ഫോണും കയ്യിൽ പിടിച്ച് വിളർച്ചയോടെ നിൽക്കുന്ന ഉമ്മയെ കണ്ട് അവൾ അമ്പരുന്നു. എന്തേ എന്തേ ഉമ്മ? നമ്മുടെ ആരിഫയുടെ എന്താണ്? അവർക്ക് എന്താ? ആരിഫയുടെ മോള് ആക്സിഡന്റിൽ മരിച്ചെന്ന് ഇക്കാക്ക വിളിച്ചു പറഞ്ഞതാ. കണ്ണീരോടെ ഉമ്മ അത് പറഞ്ഞതും നെട്ടി തകർന്ന ജഫ്നയുടെ കണ്ണിൽ മരിച്ച സഫ്നയുടെ ചിരിക്കുന്ന മുഖം മിന്നി പറഞ്ഞു. അവൾ ഇനി ഈ ലോകത്തില്ല. ഇന്ന് കാലത്ത് വരെ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായിരുന്ന സഫ മണ്ണിലേക്ക് മടങ്ങുന്നു. ജഫ്നയുടെ തൊണ്ട വരണ്ടു. അവള് തളർച്ചയോടെ സോഫയിലേക്ക് വീണു. അടഞ്ഞുപോയ കണ്ണിൽ പലതും കാണാനായി. ഇൻസ്റ്റഗ്രാമിൽ താൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോ 1000-ൽ പരം ലൈക്കുകളും കമന്റുകളും വരുമ്പോൾ നാളെ ഞാനും സഫയെ പോലെ മണ്ണിലേക്ക് മടങ്ങിയാൽ എനിക്കെന്താണ് ലഭിക്കുക? മരണമെന്ന സത്യത്തിന് മുന്നിൽ ഫോട്ടോക്ക് എന്ത് വിലയാണുള്ളത്? അതെ അതെ ജഫ്ന, ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ നിഷേധിച്ച കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന നീ നാളെ പരലോകത്ത് എങ്ങനെയായിരിക്കും പടച്ചോന്റെ മുന്നിൽ എന്ന് ചിന്തിക്കുന്നുണ്ടോ? നിനക്ക് റബ്ബ് തന്ന സൗന്ദര്യത്തെ അന്യരായ പുരുഷന്മാർക്കിടയിൽ പ്രദർശിച്ചപ്പോ നീ ഓർത്തുവോ ഇതിനുള്ള ശിക്ഷ നരക തീയാണെന്ന്? തലമുടി പുറത്ത് കാണിച്ചു നടന്ന പെണ്ണിനെ
നരകത്തിൽ അവളുടെ മുടിയിൽ കെട്ടിയിടപ്പെടും. തിളച്ചുകൊണ്ടിരിക്കുന്ന നരകത്തി, അതിന്റെ ചൂടിൽ തലച്ചോറും എന്തൊരുകുന്ന കാഴ്ച ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മാജിദയെയും സുമയ്യയെയും നീ പരിഹസിച്ചില്ലേ? അവർ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും അത് നീ തട്ടിക്കളഞ്ഞെന്തേ? നിന്റെ അമലുകൾ നിനക്ക് മാത്രം നിന്നെ രക്ഷിക്കാൻ റബ്ബിനെ കഴിയൂ. നിന്റെ മൊഞ്ച് കണ്ട് രസിച്ചവർ ഒരിക്കലും വരില്ല. ജഫ്ന കണ്ണുകൾ വലിച്ചു തുറന്നു. ഹാവൂ, ആരാണിതൊക്കെ തന്നോട് പറയുന്നത്? സ്വപ്നം കണ്ടതാണോ? എന്തൊക്കെയാ ഞാൻ കേട്ടത്? ഞാൻ ചെയ്തതെല്ലാം തെറ്റുകളാണ്. അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ പിശാച് തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. വേണ്ടായിരുന്നു. റബ്ബേ, എനിക്ക് പുറത്തു തരണം. ഇല്ല, ഇനി ഈ ജഫ്ന അത്തരം ഒരു പ്രവൃത്തി ചെയ്യില്ല. എന്റെ കൽബിനെ ശുദ്ധീകരിക്കണേ. ജഫ്ന പൊട്ടിക്കരയുകയാണ്. അവളിലെ പാപക്കറകൾ പതിയെ ഒഴുക്കിക്കൊണ്ടിരുന്നു. കഥയുടെ ഗുണപാഠമാണ്. ട്രെൻഡിന് പിറകെ പായുന്ന യുവതലമുറ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരല്പം പ്രായമായതിനു ശേഷം നന്മയുടെ വഴിയിലേക്ക് വരാമെന്നാണ്. പക്ഷേ ആ പ്രായത്തിലേക്ക് താൻ എത്തുമെന്ന് ആർക്കും ഉറപ്പില്ല. ദിനേനെ അപകടങ്ങളിലും പേരറിയാത്ത പല രോഗങ്ങളാലും പല യുവതി യുവാക്കളും മരണമടയുമ്പോൾ പലർക്കും പാശ്ചാത്തപിക്കാനോ നന്മയുടെ പാന്താവിലേക്ക് മടങ്ങാനോ സാഹചര്യം ലഭിച്ചില്ല. ഏത് സമയത്തും ഈ ഭൂമി വിട്ടുപോകേണ്ടവനാണ് ഞാനെന്ന ചിന്തയോടെ ജീവിക്കുന്നവർക്ക് സൃഷ്ടാവിനെ മറക്കാനാവില്ല. അറിയാതെ തെറ്റുകൾ സംഭവിച്ചാൽ പാശ്ചാത്തപിക്കാനും നന്മകൾ കൊണ്ട് പകരം വയ്ക്കാനും അവർ ആത്മാർത്ഥമായി ശ്രമിക്കും. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.